ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തോണിക്കാരൻ്റെ കയ്യിൽ നിന്നും 2 വലിയ പൂമീൻ വാങ്ങി ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഇതാണ് പൂമീൻ, നല്ല പിടക്കുന്ന പൂമീനാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, കൂടാതെ പലരും കഴിച്ചിട്ടുണ്ടാവും. ആ തോണിക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. വലിയ പൈസയൊന്നും ആയില്ല, ഇപ്പം പിടിച്ചതാണെന്നാണ് പുള്ളി പറയുന്നത്. ജീവനുണ്ട്, ചെറിയ ജീവനുണ്ട് എന്തായാലും. ഇത് കൂടെ ആ തോണിയിലുണ്ടായിരുന്ന വേറെ മീനുകൾ. അങ്ങനെ പൂമീൻ ഗ്രിൽ ചെയ്യാൻ പോവുകയാണ്. അത് ക്ലീൻ ചെയ്യുകയാണ്. നേരെ വീട്ടിലെത്തി ഇതിന് നല്ല ചെതുമ്പലുണ്ട്, ആ ചെതുമ്പൽ കളയണം. എന്നിട്ട് മീൻ നന്നായിട്ട് വരഞ്ഞ് മസാല പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് ഇനി അരച്ച മസാല, മല്ലിപ്പൊടി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മിക്സിയിൽ അരച്ച് മസാല പിടിപ്പിക്കുകയാണ്. നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വൈകുന്നേരമായി. ഇനി ഗ്രില്ലിൻ്റെ അടുപ്പ് ശരിയാക്കുകയാണ്. കരിയൊക്കെ വാങ്ങിച്ച് തീ പിടിപ്പിച്ചിരിക്കുകയാണ്. നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി അത് ഇലയിൽ പൊതിഞ്ഞ് നമ്മൾ ഫോയിൽ പേപ്പറിൽ വെച്ചിട്ടാണ് ഒന്ന് ഗ്രിൽ ചെയ്യുന്നത്. രണ്ടാമത് ഡയറക്റ്റ് ഗ്രിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആദ്യത്തെ മീൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടി ഇടുകയാണ്. മീനായതുകൊണ്ട് തന്നെ അധികം സമയം വേണ്ടി വരില്ല. ചിക്കനൊക്കെ ആണെങ്കിലാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുക. രണ്ടാമത്തേത് ഫോയിൽ പേപ്പറിൽ വെച്ചത്. പക്ഷേങ്കിൽ ഈ ഫോയിൽ പേപ്പറിൽ വെച്ചതിന് ചെറിയൊരു പ്രശ്നം പറ്റി. അങ്ങനെ ചൂട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഫോയിൽ പേപ്പർ മാറ്റി ആദ്യം വെച്ചതുപോലെ തന്നെ നേരിട്ട് ഗ്രിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഒരു ഭാഗം ഏകദേശം ആയിരിക്കുകയാണ്, വെന്തിരിക്കുകയാണ്. മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, ഈ പൂമീൻ നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റുള്ള മീനാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഏകദേശം മീനായി. ഒരു കഷ്ണം നമ്മളെടുത്ത് മാറ്റി ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി അനുഭവം. നല്ല ചൂടുണ്ട് ഇവിടെ. രാത്രിയായി, നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് മീൻ കഴിക്കാനായപ്പോൾ. മസാല ഒരു പ്രത്യേക മസാലയായിരുന്നു. എന്നാലും ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്യുക. ഇതേപോലെ മീനൊക്കെ വാങ്ങി ഗ്രിൽ ചെയ്ത് കഴിക്കുക. അങ്ങനെ ഡയറക്റ്റ് തോണിയിൽ നിന്ന് ഗ്രില്ലിലേക്ക്, പിന്നെ വയറ്റിലേക്കും.